നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിലെ 3-ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ഫ്രാൻസിനെതിരെ 4 ഗോൾ അടിച്ചു കൂട്ടിയിരിക്കുകയാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന് വേണ്ടി ഡക്ലാൻ റൈസ് ആദ്യത്തെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ, കളി തുടങ്ങി 3-ാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ അടിച്ചു. പിന്നീട് 15 മിനിറ്റിന് ശേഷം 18-ാമത്തെ മിനിറ്റിൽ കോൻസ ഗോൾ അടിച്ചു. അതിനുശേഷം 37-ാമത്തെ മിനിറ്റിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യ മിനിറ്റിലും ബുക്കായോ സാക്കോ ഗോളടിച്ചു. അങ്ങനെ ബുക്കായോ സാക്കയുടെ ഇരട്ട ഗോളിൻ്റെ പിൻബലത്തിൽ ആദ്യ പകുതി തീരുമ്പോൾ തന്നെ ഫ്രാൻസിനെതിരെ ഇംഗ്ലണ്ട് 4 ഗോൾ അടിച്ചു കൂട്ടിയിരിക്കുകയാണ്. അതും ഇംഗ്ലണ്ട് ടീമിൽ അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരായ ഹാരി കെയ്നും ബെല്ലിംഗ്ഹാമും രണ്ടുപേരും 6 ഗോളുകൾ അടിച്ചതാണ് ഈ ലോകകപ്പിൽ. രണ്ടുപേരും ഇല്ലാതെയാണ് ആദ്യ 11 ഇംഗ്ലണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ ഇംഗ്ലണ്ടാണ് ഫ്രാൻസിനെ എതിരില്ലാത്ത 4 ഗോളിന് ആദ്യ പകുതിയിൽ തന്നെ എതിരില്ലാത്ത 4 ഗോൾ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. ഫ്രാൻസിന് വേണ്ടി കിലിയൻ എംബാപ്പെ ഇറങ്ങുന്നുണ്ട്. കാരണം ടോപ്പ് സ്കോറർക്ക് വേണ്ടിയുള്ള ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള മത്സരത്തിൽ മെസ്സിക്കൊപ്പമുള്ള എംബാപ്പയെ മാറ്റി നിർത്തിയിട്ടില്ല. ഇതൊരു അവസരം കൂടിയാണ് എംബാപ്പയ്ക്ക്. പക്ഷേ എംബാപ്പയ്ക്ക് ഇതുവരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബെല്ലിംഗ്ഹാമും കെയ്നുമില്ലാത്ത ഇംഗ്ലണ്ട് ഫ്രാൻസിനെ അടിപതറിച്ചിരിക്കുകയാണ് ആദ്യ പകുതിയിൽ തന്നെ. ഇനി ഒരു പകുതി കൂടി, ഒരു ഹാഫ് കൂടി കളി ബാക്കിയുണ്ട്. ആ ഹാഫിൽ എത്ര ഗോൾ ഇംഗ്ലണ്ട് അടിച്ചു കൂട്ടുമെന്ന് കണ്ടു തന്നെ അറിയണം.